ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ശ്രീമദ് ഭാഗവത പുരാണത്തിലെ അവതാര ലീലകളെക്കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയുടെ അടുത്ത ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ദശാവതാരങ്ങൾ അല്ലേ? എന്നാൽ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 3-ാം അധ്യായത്തിൽ സൂത പൗരാണികൻ ശൗനകാദി മഹർഷിമാർക്ക് 22-ലധികം പ്രധാന അവതാരങ്ങളെ ക്രമപ്പടി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാന്റെ 2-ാമത്തെ അവതാരമായ വരാഹമൂർത്തിയെക്കുറിച്ചായിരുന്നു. ആ വരാഹാവതാരത്തിന് ശേഷം ഭാഗവത ക്രമമനുസരിച്ച് ഭഗവാൻ സ്വീകരിച്ച 3-ാമത്തെ അവതാരം ഏതാണെന്നറിയാമോ? ഏതാണ് 3-ാമത്തെ അവതാരം? പലപ്പോഴും പുരാണ കഥകളിലും സിനിമയും സീരിയലും അല്ലാതെയുള്ള കഥകളിലും ഒക്കെ ഒരു സാധാരണ കഥാപാത്രമായി മാത്രം നമ്മൾ കണ്ടിട്ടുള്ള, എന്നാൽ ഭാഗവത പ്രകാരം സാക്ഷാൽ ഭഗവാന്റെ ശക്ത്യാവേശ അവതാരമായ ദേവർഷി നാരദനാണ് ആ 3-ാമത്തെ അവതാരം. കേവലം ലോകസഞ്ചാരം നടത്തുന്ന ഒരു ഋഷിവര്യൻ എന്നതിനപ്പുറം കലിയുഗത്തിലെ മനുഷ്യർക്ക് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടി ഈശ്വരനിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള ഭക്തിമാർഗം ഉപദേശിക്കുക എന്നതായിരുന്നു ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ വീഡിയോയിൽ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം 3-ാം അധ്യായം 8-ാമത്തെ ശ്ലോകത്തിലൂടെ നാരദാവതാരത്തെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നതെന്നും ഭഗവാന്റെ ഭക്തിശക്തി ആവേശിച്ച ഈ അവതാരത്തിൻ്റെ സവിശേഷതകളും മുൻജന്മ രഹസ്യങ്ങളും എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമുക്ക് ആ ശ്ലോകത്തിലോട്ട് കടക്കാം. തൃതീയം ഋഷിസർഗം വൈ ദേവർഷിത്വം ഉപേത്യ സാ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണായഥ. ഭഗവാൻ തൻ്റെ 3-ാമത്തെ അവതാരമായി ഋഷിമാരുടെ കൂട്ടത്തിൽ ദേവർഷി നാരദനായി അവതരിച്ചു. ഇന്ദ്രിയങ്ങൾക്ക് അതീതനായ പരമാത്മാവിൽ മനുഷ്യർക്ക് എങ്ങനെ ഭക്തി വളർത്തിയെടുക്കാമെന്ന് കാണിച്ചു തരുന്ന തന്ത്രം സാത്വതമാചഷ്ട, സാത്വത തന്ത്രം, അതായത് നാരദ പഞ്ചരാത്രം എന്ന ഗ്രന്ഥം അദ്ദേഹം ലോകർക്ക് ഉപദേശിച്ചരുളി. ഭഗവാൻ തൻ്റെ 3-ാമത്തെ അവതാരമായ നാരദരൂപം സ്വീകരിച്ചതിന് പിന്നിൽ പ്രധാനമായും കുറച്ച് അവതാര ലക്ഷ്യങ്ങളുണ്ടല്ലേ? അത് നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഭക്തിമാർഗത്തിൻ്റെ സ്ഥാപനവും അതോടൊപ്പം പ്രചാരണവും. ഭൂമിയിലെ മനുഷ്യർക്ക് ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും കലിയുഗ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഏറ്റവും ലളിതമായതും ഏറ്റവും ഉത്തമമായുമായുള്ള വഴി ഏതാണ്? അനന്യഭക്തി. അതും എന്താണ്? നാരദ മഹർഷി ഇവിടെ പ്രചാരണം ചെയ്തതാണ്. എന്ത്? ഉത്തമമായിട്ടുള്ള വഴി, കലിയുഗ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഏറ്റവും ലളിതവും ഉത്തമവുമായിട്ടുള്ള വഴിയാണെന്ത്? അനന്യഭക്തി. എന്താണ് അനന്യഭക്തി? അനന്യ എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നില്ലാത്തത്, അല്ലെങ്കിൽ അന്യമല്ലാത്തത്. അതുകൊണ്ട് തൻ്റെ ആരാധിക്കുന്ന ആരാധനാമൂർത്തി അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ പൂർണ്ണമായി ആ ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് ചെയ്യുന്ന ഭക്തിയെയാണ് എന്ത് പറയുന്നത്? അനന്യഭക്തി എന്ന് വിളിക്കുന്നത്. അഥവാ ഭഗവത് നാമ സങ്കീർത്തനമാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു നാരദാവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അല്ലേ? എന്താണ്? തൻ്റെ ആരാധനാമൂർത്തി അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ പൂർണ്ണമായും ഭഗവാനിൽ മാത്രം അർപ്പിച്ച് ചെയ്യുന്ന ഭക്തിയെയാണ് എന്ത് പറയുന്നത്? അനന്യഭക്തി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവത് നാമ സങ്കീർത്തനമാണ് അനന്യഭക്തി എന്ന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു
നാരദാവതാരത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഇതിനായിട്ടാണ് അദ്ദേഹം സാത്വത തന്ത്രം, നാരദ പഞ്ചരാത്രം എന്ന ഭക്തിശാസ്ത്രം ലോകർക്കായി ഉപദേശിച്ച് നൽകിയത്. ഇന്ദ്രിയങ്ങളെ എങ്ങനെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താമെന്ന് ഇതിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു. നമുക്കറിയാം 2 വിധികളാണുള്ളത്. ഒന്ന് തന്ത്രവിധിയും പിന്നെ നാരദ പാഞ്ചരാത്ര വിധിയും. അടുത്തത് പരമമായ ആത്മീയ ജ്ഞാനത്തിൻ്റെ കൈമാറ്റം. ഭഗവാനിൽ നിന്ന് നേരിട്ട് പരമജ്ഞാനം ആർക്കാണ് ലഭിച്ചത്? ബ്രഹ്മാവിന്. ആ ബ്രഹ്മാവിന് ലഭിച്ച പരമജ്ഞാനത്തെ യാതൊരു കലർപ്പുമില്ലാതെ വരും തലമുറകൾക്കായി കൈമാറുക എന്നതായിരുന്നു നാരദ മഹർഷിയുടെ അടുത്ത ലക്ഷ്യം. ഈ അവതാരത്തിലൂടെയാണ് ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ പരമ്പര ഒക്കെ ശക്തമാകുന്നത്. ബ്രഹ്മാവിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ച നാരദർ അത് തൻ്റെ ശിഷ്യനായ വ്യാസദേവന് കൈമാറുകയും അതുവഴി ഇന്ന് നമുക്ക് ലഭിക്കുന്ന പുരാണ ഇതിഹാസങ്ങളുടെ വിജ്ഞാനധാര രൂപപ്പെടുകയും ചെയ്തു. അടുത്തതെന്താണ്? മഹത്തായ ഭക്തി ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് വഴിയൊരുക്കുക. നമുക്കറിയാലേ, വേദങ്ങളെ 4ആയിട്ട് തരംതിരിക്കുകയും മഹാഭാരതവും 18 പുരാണങ്ങളും രചിക്കുകയും ചെയ്തിട്ടും വേദവ്യാസ മഹർഷിയുടെ മനസ്സിന് സമാധാനവും സംതൃപ്തിയും ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം സരസ്വതി നദിക്കരയിൽ വ്യാകുലനായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായ നാരദ മഹർഷി അവിടെ എത്തുന്നത്. അപ്പം നാരദ മഹർഷി വ്യാസദേവനോട് പറയും, എന്താണ് പറയുന്നത്? അങ്ങ് ധർമാധർമ്മങ്ങളെക്കുറിച്ചും ഭൗതിക കർത്തവ്യങ്ങളെക്കുറിച്ചും ഒരുപാട് എഴുതി. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമമായ ലീലകളെയും നാമമഹിമയെയും മാത്രം കേന്ദ്രീകരിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സ് അശാന്തമായിരിക്കുന്നത്. ഫലം എന്തായിരുന്നു? ഈ നാരദ മഹർഷിയുടെ ഈ ഉപദേശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വ്യാസദേവൻ ഭക്തിരസപ്രധാനമായിട്ടുള്ള ശ്രീമദ് ഭാഗവത പുരാണം രചിക്കുന്നത്. പിന്നെ അടുത്ത ഗ്രന്ഥം, അതിനും വഴികാട്ടിയായതാര്? ഈ നാരദ മഹർഷി തന്നെയാണ് വാൽമീകിക്ക് രാമായണ രചനയ്ക്ക് വഴികാട്ടിയത്. കാട്ടാളനായിട്ടിരുന്ന രത്നാകരനെ മര എന്ന മന്ത്രം ഉപദേശിച്ച് വാൽമീകി മഹർഷിയാക്കി മാറ്റിയതാരാണ്? നാരദ മഹർഷിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അതെങ്ങനെയാണ്? അതിനുശേഷമുള്ള മറ്റൊരു പ്രധാന സംഭവം കൂടിയുണ്ട്. ലോകത്തിൽ എല്ലാ സൽഗുണങ്ങളും ഒത്തുചേർന്ന ഒരു ഉത്തമ പുരുഷൻ നിലവിലുണ്ടോ എന്ന് വാൽമീകി നാരദരോട് ചോദിക്കും. അപ്പോൾ നാരദർ സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുണങ്ങളെയും ജീവിതത്തെയും സംക്ഷിപ്തമായി വാൽമീകിക്ക് വിവരിച്ചു കൊടുത്തു. ഇതാണ് സംക്ഷിപ്തമായിട്ടുള്ള രാമായണം. അതിൻ്റെ ഫലം എന്തായിരുന്നു? നാരദരിൽ നിന്ന് കേട്ട ആ രാമകഥയാണ് പിന്നീട് വാൽമീകിയെ രാമായണം എന്ന ലോകത്തിലെ ആ ഒരു ഇതിഹാസം രചിക്കാൻ പ്രാപ്തനാക്കിയത്. ധ്രുവന്റെയും പ്രഹ്ലാദന്റെയും ആത്മീയ ഗുരു അതും ആരാണ്? നാരദ മഹർഷിയാണ്. ഭക്തോദ്ധാരണത്തിനായി നാരദർ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് കൊച്ചുകുട്ടികളായ ധ്രുവനെയും പ്രഹ്ലാദനെയും പരമഭക്തരാക്കി മാറ്റി എന്നുള്ളത്. ധ്രുവന്റെ സംഭവം ഈ 2 പറയാം. എന്താണ് ധ്രുവന്റെ സംഭവം? അമ്മയുടെ അവഗണന സഹിക്കാനാവാതെ 5-ാം വയസ്സിൽ വനത്തിലേക്ക് പോയ ധ്രുവന് മുന്നിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടും. ആ കുട്ടിയുടെ ദൃഢനിശ്ചയം മനസ്സിലാക്കിയ അദ്ദേഹം ധ്രുവന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശിക്കുകയും ധ്യാനിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതിലൂടെ ധ്രുവൻ ഭഗവത് ദർശനം തന്നെ നേടി. പിന്നെയോ പ്രഹ്ലാദ് മഹാരാജിൻ്റെ സംഭവം. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു തപസ്സിന് പോയ സമയത്ത് ഗർഭിണിയായ കയാതുവിനെ, അതായത് പ്രഹ്ലാദ് മഹാരാജിൻ്റെ അമ്മയെ ദേവന്മാർ തടവിലാക്കാൻ ശ്രമിച്ചപ്പോൾ നാരദർ എന്ത് ചെയ്ത് അവിടെ എത്തുകയും അവനെ രക്ഷിക്കുകയും തൻ്റെ ആശ്രമത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. ആ ആശ്രമത്തിൽ വെച്ച് കയാതുവിന് നാരദർ നൽകിയ ഭഗവത് ജ്ഞാനം
ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ ശ്രവിച്ചു. അങ്ങനെയാണ് അസുരകുലത്തിൽ ജനിച്ചിട്ടും പ്രഹ്ലാദൻ ജന്മത്തിലെ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ പരമ ഭാഗവതനായത്. പിന്നെ മൃഗാരി എന്ന ക്രൂരനായ വേട്ടക്കാരനെ ഉദ്ധരിച്ചത്. നാരദരുടെ കാരുണ്യം പാപികളെ എങ്ങനെ മാറ്റിയെടുക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ളൊരു സംഭവങ്ങളിൽ ഒന്നാണിത്. മൃഗങ്ങളെ ഒറ്റയടിക്ക് കൊല്ലാതെ അവ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ആനന്ദിച്ചിരുന്ന മൃഗാരി എന്ന ക്രൂരനായ വേട്ടക്കാരനെ നാരദ മഹർഷി വനത്തിൽ വെച്ച് കണ്ടുമുട്ടുകയും മൃഗങ്ങളെ പകുതി ജീവനോടെ വിടുന്നത് വഴി അവൻ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ മൃഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ നരകയാതനകളെക്കുറിച്ച് നാരദ മഹർഷി അവർക്ക് ആ മൃഗാരിക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അതിൻ്റെ ഫലം എന്തായിരുന്നു? ആ ഭയന്നു പോയ മൃഗാരി നാരദരുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കും. നാരദരുടെ നിർദ്ദേശപ്രകാരം വില്ലെല്ലാം ഒടിച്ചു കളഞ്ഞ് തുളസീദേവിയെ പൂജിച്ച് ഭഗവത് നാമം ജപിക്കാൻ തുടങ്ങിയ മൃഗാരി പിന്നീട് ഒരു ചെറിയ ഉറുമ്പിനെ പോലും ചവിട്ടാൻ ഭയപ്പെടുന്ന അത്രയും കാരുണ്യമുള്ള ഒരു ശുദ്ധഭക്തനായി മാറി. പിന്നെ അടുത്തുണ്ട്, നമ്മൾ കാർത്തിക മാസത്തിലൊക്കെ ഭഗവാന്റെ ലീല പറയാറില്ലേ? എന്താണ്? ദാമോദര ലീല. ആ ദാമോദര ലീലയിൽ പറയുന്ന ഒരു ലീലയിൽ ഉൾപ്പെടുന്ന 2 പേരാണ്. ആരൊക്കെയാണ്? നളകുബേരയും മണിഗ്രീവനും. അപ്പം കുബേരപുത്രന്മാരായ നളകുബേരയും മണിഗ്രീവനും മോക്ഷം നൽകിയത്. ചെറുതായിട്ട് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം അല്ലേ? ഒരുപാട് ധനമുണ്ടായത് കാരണം അഹങ്കരിച്ച് മന്ദാകിനി നദിയിൽ വസ്ത്രമില്ലാതെ സുഖിച്ചുല്ലസിച്ചിരുന്ന കുബേരപുത്രന്മാരായ നളകുബേരനെയും മണിഗ്രീവനെയും നാരദ മഹർഷി കാണുകയും അദ്ദേഹത്തെ കണ്ടിട്ടും അഹങ്കാരത്തോടെ നിന്ന് അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി അവരെ മരുത് മരങ്ങളായി മാറട്ടെ എന്ന് ശപിക്കുകയും ചെയ്യും. അതൊരു ശാപമോക്ഷം തന്നെയാണ്. അങ്ങനെ നാരദ മഹർഷിയുടെ കാരുണ്യം കാരണം ദ്വാപരയുഗത്തില് നന്ദഗോകുലത്തിൽ വെച്ച് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഉരലിൽ കെട്ടി വലിച്ച് ആ മരങ്ങളെ പിഴുതു മാറ്റുകയും, ഏതായിരുന്നു ആ മരങ്ങള്? യമലാർജുന മരങ്ങള് അല്ലേ? അവർക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും. പിന്നെ ഈ ഭൂമിയിൽ നമ്മളിപ്പം ആചരിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം, അത് ഭൂമിയിൽ ആരംഭിക്കാൻ പ്രധാന കാരണക്കാരനാരാണ്? ദേവർഷി നാരദർ തന്നെയാണ്. അപ്പം ഭാഗവത മഹാത്മ്യത്തിൽ പത്മപുരാണത്തിൽ ഇതിനെക്കുറിച്ചുള്ള പശ്ചാത്തലം വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? നാരദ മഹർഷിയുടെ വ്യാകുലതയും ഭക്തിയുടെ വിലാപവും. ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം ആരംഭിച്ച സമയത്ത് ദേവർഷി നാരദര് ഭൂമിയിൽ സഞ്ചരിക്കാൻ ഇറങ്ങും. എവിടെ നോക്കിയാലും അധർമ്മവും അശാന്തിയും കള്ളവും നിറഞ്ഞതായി അദ്ദേഹം കണ്ടു. അങ്ങനെ വിഷമത്തോടെ സഞ്ചരിക്കവേ അദ്ദേഹം യമുനാ നദിക്കരയില്, വൃന്ദാവനത്തിലുള്ള യമുനാ നദിക്കരയില് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കാണാനിടയാകും. എന്താണ് ആ കാഴ്ച? ഒരു യുവതി കണ്ണുനീരിറക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ അരികിൽ 2 വൃദ്ധന്മാർ അബോധാവസ്ഥയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. നാരദരെ കാര്യം അന്വേഷിച്ചപ്പോഴ് ആ യുവതികൾ പറയും, ഞാൻ ഭക്തിയാണ്. ഈ കിടക്കുന്ന 2 വൃദ്ധന്മാർ എൻ്റെ മക്കളായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവുമാണ്. ദ്രാവിഡ ദേശത്ത് ജനിച്ച് കർണാടകവും മഹാരാഷ്ട്രയും കടന്ന് ഞങ്ങൾ എവിടെയാണ്? വൃന്ദാവനത്തിലെത്തിയപ്പോഴ് എനിക്ക് വീണ്ടും യൗവനം ലഭിച്ചു. പക്ഷേ കലിയുഗത്തിൻ്റെ സ്വാധീനം കാരണം എൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യം വൃദ്ധരായി. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ്. നമ്മുടെ ജ്ഞാനവും ഒക്കെ ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ വൃദ്ധാവസ്ഥയിലാണ്. അപ്പം അങ്ങനെ അവർ വൃദ്ധരായി തളർന്നു വീണു. അവരെ ഉണർത്താൻ എന്നെ സഹായിക്കണം. നാരദ മഹർഷി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെയോ സനകാദി മഹർഷിമാരെ കണ്ടുമുട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ആ നാരദ മഹർഷി ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഉണർത്താനായിട്ട് അവരുടെ കാതുകളിൽ എന്തുപദേശിക്കും? വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും വരെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. അവർ ചെറുതായി കണ്ണു തുറന്നെങ്കിലും വീണ്ടും അബോധാവസ്ഥയിലായി. അപ്പം കലിയുഗത്തിലെ വേദജ്ഞാനം കൊണ്ട് മാത്രം ഭക്തിയെയോ വൈരാഗ്യത്തെയോ ഉണർത്താൻ കഴിയില്ല എന്നതിൻ്റെ പ്രതീകമാണിത്.
തുടർന്നെന്ത്, ഇതിനൊരു പരിഹാരം അന്വേഷിച്ച് നാരദർ എവിടെ ചെല്ലും? ബദര്യാശ്രമത്തിൽ ചെല്ലും. അവിടെ വെച്ച് അദ്ദേഹം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാരെ കണ്ടുമുട്ടും. സഹോദരങ്ങളാണ് ആരുടെ? നാരദ മഹർഷിയുടെ. അവരെ കണ്ടുമുട്ടുകയും അവർ ആർക്ക്? നാരദ മഹർഷിക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എന്താണ് അവർ പറയുന്നത്? ദേവർഷേ, അങ്ങ് വ്യാകുലപ്പെടേണ്ടതില്ല. കലിയുഗത്തിൽ തളർന്നുപോയ ജ്ഞാനവൈരാഗ്യങ്ങളെയും ഭക്തിയെയും പൂർണ്ണമായി ഉണർത്താൻ ഒരേ ഒരു ഔഷധമേയുള്ളൂ. അതെന്താണ്? അത് വേദവ്യാസൻ രചിച്ച ശ്രീമദ് ഭാഗവത പുരാണം ശ്രവിക്കുക എന്നുള്ളതാണ്. അത് 7 ദിവസം കൊണ്ട് കേൾപ്പിച്ചു കൊടുത്താൽ അവർക്ക് എന്ത് ലഭിക്കും? പുനർജീവൻ ലഭിക്കുമെന്ന് കുമാരന്മാര് ആർക്ക്? ദേവർഷി നാരദർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ആദ്യത്തെ എന്തുണ്ടാകും? സപ്താഹ യജ്ഞം നടക്കും. എവിടെയാണ് നടന്നത്? ഹരിദ്വാറിലെ ആനന്ദ തീർത്ഥത്തിൽ. സനകാദി മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം ഹരിദ്വാറിലെ ഗംഗാ തീർത്ഥത്തിൽ വെച്ച് ചരിത്രത്തിലെ ആദ്യത്തെ ഭാഗവത സപ്താഹം നടക്കും. അപ്പം വക്താവാരായിരുന്നു? ആരായിരുന്നു അത് പറഞ്ഞത്? സനകാദി മഹർഷിമാർ. ശ്രോതാക്കൾ ആരൊക്കെയാണ്? നാരദ മഹർഷി. പിന്നെയോ തൻ്റെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് ആര്? നാരദരാണ് എന്തായത്? മുഖ്യ ശ്രോതാവായിട്ട് ഇരുന്നത്. കഥാശ്രവണം ആരംഭിച്ച് 7 ദിവസങ്ങൾ പൂർത്തിയായപ്പോഴേക്കും അവിടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവരുടെ മാത്രമല്ല, എല്ലാ ദേവീ ദേവതമാരുടെയും എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കഥാശ്രവണം ആരംഭിച്ച് 7 ദിവസങ്ങൾ പൂർത്തിയായപ്പോഴേക്കും ജ്ഞാനവും വൈരാഗ്യവും തങ്ങളുടെ വാർദ്ധക്യം മാറി അതീവ ശക്തരായ യുവാക്കളായി എഴുന്നേറ്റ് നിൽക്കുകയും ഭക്തിദേവി ആനന്ദ നൃത്തം ചവിട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഭക്തിയുടെയും ജ്ഞാനവൈരാഗ്യങ്ങളുടെയും ഈ ആനന്ദം കണ്ട് സാക്ഷാൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്ന് പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്, ഇത്രയൊക്കെ സംഭാവന നമുക്ക് നൽകിയ വ്യക്തിയാണ് ആര്? നാരദ മഹർഷി. നമ്മൾ ആദ്യം നാരദ പഞ്ചരാത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2 വിധികൾ, തന്ത്രവിധിയും പിന്നെ പാഞ്ചരാത്ര വിധിയും. ഇതിന് എന്തുകൊണ്ടാണ് പാഞ്ചരാത്രം എന്ന് പേര് വന്നത്? പഞ്ച എന്നാൽ 5 അല്ലേ, രാത്രി എന്നാൽ രാത്രി. അപ്പം 5 രാത്രികൾ കൊണ്ട് ഉപദേശിക്കപ്പെട്ട ജ്ഞാനമായതുകൊണ്ടാണ് ഇതിനെ പാഞ്ചരാത്രം എന്ന് പേര് വന്നത്. പിന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ രാത്രി എന്നാൽ അജ്ഞാനം അഥവാ ഇരുട്ട് എന്നാണല്ലേ. അപ്പം 5 തരം ഭൗതിക അജ്ഞാനങ്ങളെ എന്തൊക്കെയാണ്? അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഇവയെ 5നെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ആത്മീയ വെളിച്ചമാണെന്ത്? ഈ ശാസ്ത്രം. അപ്പം ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഈ ഒരു ശാസ്ത്രം ഉപദേശിച്ച ഈ ജ്ഞാനത്തിൽ പ്രധാനമായും എന്താണ്? 5 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 1, തത്വം. പരമാത്മാവായ ശ്രീകൃഷ്ണൻ്റെയും അവിടുത്തെ ശക്തികളുടെയും യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കി തരിക. പരമസത്യം, പരമമായ സത്യം അല്ലെങ്കിൽ ജ്ഞാനം നൽകുക. പരമാത്മാവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള അറിവ്. അതാണ് തത്വം. പിന്നെയോ മുക്തി. 2, ഭൗതിക ലോകത്തിലെ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ നേടാം. 3, ഭക്തി. ഭഗവാനോടുണ്ടാകേണ്ട ശുദ്ധമായ പ്രേമം, കൃഷ്ണപ്രേമം അല്ലേ, അല്ലെങ്കിൽ ഭക്തി സേവനം. പിന്നെ അതിന് വേണ്ടുന്ന മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ, ദൈനംദിന ആരാധനാ നിയമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സ്നേഹനിർഭരമായ ഭക്തിയുടെ പ്രായോഗിക രീതികൾ. 4, യൗകിക സാധന. ഭക്തിയോഗം പ്രായോഗികമായി എങ്ങനെ ജീവിതത്തിൽ പകർത്തണം, അതിൻ്റെ രഹസ്യം, യോഗയുടെ രഹസ്യം. പരമമായ ആത്മീയ ബന്ധനത്തിനായി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിശീലനങ്ങൾ. പിന്നെ 5 എന്താണ്? പ്രപഞ്ച സൃഷ്ടി. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയും അതിൻ്റെ നശ്വരതയും. ഈ ഭക്തർക്ക് ഭൗതികമായ ആസക്തികളെയും മായയെയും മറികടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതെങ്ങനെ മറികടക്കണം, അതിന് സഹായിക്കുന്ന തരത്തിൽ അവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, എങ്ങനെ അതിനെ മറികടക്കണം. ഇതാണ് 5 കാര്യങ്ങൾ. പ്രധാന ശ്രദ്ധാകേന്ദ്രവും പ്രാധാന്യവും എന്താണ്?
ഭക്തിയിലേക്കുള്ള ശ്രദ്ധ. അപ്പം ഈ ഗ്രന്ഥം എന്താണ്? കൃഷ്ണനോടുള്ള ദാസ്യഭാവത്തിലും ആഴമേറിയ സ്നേഹത്തിലും പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും പരമപുരുഷനായ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നതാണ് എന്ത്? ശുദ്ധമായ ഭക്തി സേവനമെന്ന് ഇത് പ്രശസ്തമായി നിർവചിക്കുന്നു. പിന്നെ രാധാകൃഷ്ണ ആരാധന ഗൗഡീയ വൈഷ്ണവ പാരമ്പര്യത്തിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് എന്ത്? പാഞ്ചരാത്രം. എന്തൊക്കെയുണ്ട്? വിപുലമായിട്ടുള്ള മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ, കവചകങ്ങൾ, ഗോലോകത്തിലെ ദിവ്യമായ ലീലകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു. നാരദ പാഞ്ചരാത്രത്തിലെ മന്ത്രങ്ങളെക്കുറിച്ചും ആരാധനാ രീതികളെക്കുറിച്ചും വളരെ വ്യക്തവും ആധികാരികവുമായ വിവരങ്ങൾ നമുക്ക് നോക്കാം. കലിയുഗത്തിൽ സാധാരണക്കാർക്ക് ആത്മീയ ഉന്നതി നേടാൻ സഹായിക്കുന്ന ഏറ്റവും പ്രായോഗികമായിട്ടുള്ള വഴികളാണ് ഇതിൽ ഉപദേശിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള മന്ത്രങ്ങൾ. നാരദ പാഞ്ചരാത്രത്തിൽ പ്രധാനമായും ശ്രീകൃഷ്ണനെയും രാധാദേവിയെയും കേന്ദ്രീകരിച്ചുള്ള മന്ത്രങ്ങളാണുള്ളത്. അതേപോലെ മഹാമന്ത്രത്തിൻ്റെ പ്രാധാന്യം. വേദങ്ങളിലെ എല്ലാ മന്ത്രങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സാരം എതിരാണ് ഈ മഹാമന്ത്രത്തിൽ ഒതുക്കിയിട്ടുണ്ടെന്ന് ഈ ഗ്രന്ഥം പറയുന്നു. അതാണ് ഏത് മന്ത്രം? മഹാമന്ത്രം. 16 നാമങ്ങളടങ്ങിയ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ നാമജപം ഒരുവനെ ഭഗവത് പ്രേമത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് എത്തിക്കുമെന്ന് നാരദ പാഞ്ചരാത്രം അടിവരയിടുന്നു. പിന്നെ ബീജമന്ത്രങ്ങളും ഗോപാല മന്ത്രങ്ങളും ഭഗവാന്റെ വിഗ്രഹത്തെ പൂജിക്കുന്നതിനായി പ്രത്യേക അക്ഷരങ്ങളടങ്ങിയ ബീജമന്ത്രങ്ങളും പിന്നെയോ കൃഷ്ണമന്ത്രങ്ങളും. ഉദാഹരണത്തിന് എന്തൊക്കെയാണ്? അഷ്ടാക്ഷര മന്ത്രം, ദ്വാദശാക്ഷര മന്ത്രം, അങ്ങനെ തുടങ്ങിയവ ഈ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. പിന്നെയോ രാധാകൃഷ്ണ കവചങ്ങൾ, ഭക്തർക്ക് ആത്മീയവും ഭൗതികമായ സംരക്ഷണം നൽകുന്നതിനായി പ്രത്യേക പ്രാർത്ഥനകളും കവചങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആരാധനയുടെ പ്രത്യേകത എന്തൊക്കെയാ? എല്ലാവർക്കും അനുമതിയാണ്. ആർക്കൊക്കെ? വേദകാലത്തെ കഠിനമായ യജ്ഞങ്ങൾ ചെയ്യാൻ പ്രത്യേക ജാതിയോ യോഗ്യതയോ വേണമായിരുന്നു, ഇന്നും വേണം. എന്നാൽ നാരദ പാഞ്ചരാത്ര വിധി പ്രകാരം യഥാർത്ഥ ഭക്തിയുള്ള ആർക്കും, സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ജാതി ഭേദമന്യേ എല്ലാവർക്കും ഒരു സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഭഗവാനെ പൂജിക്കാവുന്നതാണ്. അപ്പം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ആർക്കും, അതായത് പരമ്പര വഴി വരുന്ന ഒരു ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് അത് സ്ത്രീയോ പുരുഷനോ ജാതി ഭേദമന്യേ ആർക്കും ഭഗവാനെ പൂജിക്കാവുന്നതാണ്. പിന്നെ വിഗ്രഹ പൂജ. ഭഗവാൻ വിഗ്രഹ രൂപത്തില്, അർച്ചാവിഗ്രഹ രൂപത്തില് ഭക്തരുടെ പൂജ സ്വീകരിക്കാൻ ഇറങ്ങി വരുന്നു എന്ന സങ്കല്പത്തിലാണ് ഇതിലെ പൂജാവിധികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം സനാതന ധർമ്മത്തിൽ ഭക്തി എന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് അതൊരു ജീവിതചര്യയാണ്. ഒരു യഥാർത്ഥ ഭക്തൻ തൻ്റെ ചിന്തകളും പ്രവൃത്തികളും എങ്ങനെ മുഴുവനായും ഈശ്വരന് സമർപ്പിക്കണമെന്ന് ആചാര്യന്മാർ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. നാരദ പാഞ്ചരാത്രത്തെയും പാഞ്ചരാത്ര ആഗമശാസ്ത്രത്തെയും അടിസ്ഥാനമാക്കി ഒരു ഭക്തൻ തൻ്റെ ദൈനംദിന ജീവിതം എങ്ങനെ ക്രമീകരിക്കണമെന്ന് വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. വൈഷ്ണവ ആഗമശാസ്ത്രപ്രകാരം ഒരു ഭക്തന്റെ ഒരു ദിവസത്തെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ച് ഭഗവത് സേവനത്തിനായി മാറ്റിവെക്കുന്ന രീതിയാണ് മുതൽ ഇതിലെന്താണ്? പഞ്ചകാല പ്രക്രിയ. അതിരാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ മനസ്സിനെ ഭഗവാനിൽ മാത്രം ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ഭക്തൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ 5 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1. അഭിഗമന. അതിരാവിലെ ഉണരുക, ശരീരം ശുദ്ധിയാക്കുക, ഗുരുവിനെയും ഈശ്വരനെയും വന്ദിക്കുക, പ്രഭാത പ്രാർത്ഥനകൾ നടത്തുക. 2. ഉപാദാനം.
ആരാധനയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? പൂക്കള്, തുളസി, ധൂപം, നൈവേദ്യം എന്നിവ ശേഖരിക്കുകയും പൂജാമുറി ഒരുക്കുകയും ചെയ്യുക. 3 ഇജ്യ. ഇതാണ് യഥാർത്ഥ വിഗ്രഹാരാധന. മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാന് ജലം, പൂക്കൾ, ധൂപം, ദീപം, ഭോജനം എന്നിവ സമർപ്പിക്കുന്ന പ്രധാന ചടങ്ങാണിത്. ഇനിയുണ്ട് അതിനകത്ത് കാര്യങ്ങൾ. പിന്നെയോ 4 സ്വാധ്യായം. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉൾപ്പെടെയുള്ള മഹാമന്ത്രം ജപിക്കുക. 5 യോഗ. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി മനസ്സിനെ പൂർണ്ണമായും ഭഗവാനില് അല്ലെങ്കിൽ ആ ഭഗവാന്റെ സ്മരണയിൽ ലയിച്ചുകൊണ്ടുള്ള ധ്യാനം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പാഞ്ചരാത്ര വിധിപ്രകാരം അല്ലെങ്കിൽ പാഞ്ചരാത്ര വിധിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം അത് പ്രകാരമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ അല്ലെങ്കിൽ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽപ്പെടുന്ന എല്ലാവരും പൂജകൾ നടത്തുന്നത്. അത്രയും ആധികാരികമായിട്ടാണ് നടത്തുന്നത്. നമുക്ക് നാരദ മഹർഷിയിലേക്ക് തിരിച്ചു പോകാം. എന്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജനനം? ആരായിട്ടായിരുന്നു? ഉപബർഹണൻ എന്ന ഗന്ധർവനായിട്ട്. കഴിഞ്ഞ കൽപ്പത്തില് യുഗങ്ങൾക്ക് മുമ്പ് നാരദ മഹർഷി ജനിച്ചത് ഉപബർഹണൻ എന്ന പേരുള്ള ഒരു പ്രശസ്തനായ ഗന്ധർവനായിരുന്നു. അദ്ദേഹം അതീവ സുന്ദരനായിരുന്നു. പിന്നെയോ മധുരമായിട്ട് പാടുന്നവനുമായിരുന്നു. എന്നാൽ തൻ്റെ സൗന്ദര്യത്തിലും ഗന്ധർവ കലകളിലും അഹങ്കരിച്ച് അദ്ദേഹം ഭൗതിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചു. ഒരിക്കല് പ്രജാപതിമാർ ഭഗവാന്റെ ഗുണഗാനങ്ങൾ ആലപിക്കാനായിട്ട് ഒരു വലിയ സഭ കൂടിയപ്പോൾ ഉപബർഹണൻ അവിടെ വരികയും ഭഗവത് കീർത്തനത്തിന് പകരം സ്ത്രീകളോടൊപ്പം ചെയ്ത് ഭൗതികമായിട്ടുള്ള ശൃംഗാര പാട്ടുകൾ പാടുകയും ചെയ്തു. അപ്പൊ ഈ അച്ചടക്കമില്ലായ്മ കണ്ട് കോപിച്ച ബ്രഹ്മാവും ഋഷിമാരും ഉപബർഹണനെ ശപിക്കും. നീ നിന്റെ ഉന്നത പദവിയിൽ നിന്ന് വീണ് ഒരു ദാസീപുത്രനായിട്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരിയുടെ മകനായിട്ട് ജനിക്കട്ടെ എന്ന്. അതിനുശേഷമുള്ള ജനനം എന്തായിരുന്നു? ദാസീപുത്രനായിട്ട്, ഒരു ശൂദ്രപുത്രനായിട്ട്. അപ്പം ശാപത്തിൻ്റെ ഫലമായി ഉപബർഹണൻ അടുത്ത ജന്മത്തില് വേദജ്ഞാനരായ ബ്രാഹ്മണരുടെ വീട്ടിലെ ഒരു സാധാരണ വേലക്കാരിയുടെ മകനായിട്ട് ജനിച്ചു. അപ്പോൾ ഈ ജന്മമാണെന്ത്? നാരദ മഹർഷിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം. അതിലൂടെയാണെന്ത്? ഭക്തസേവനവും വഴിത്തിരിവും ഉണ്ടാകുന്നത്. ചാതുർമാസ്യ വ്രതത്തിൻ്റെ ഭാഗമായി ആ ബ്രാഹ്മണ ഗൃഹത്തിൽ കുറച്ചുനാൾ താമസിക്കാൻ ചില ഉത്തമ ഭക്തന്മാരും യോഗികളും മഹാത്മാക്കളും എത്തിച്ചേരും. അപ്പം ബാലനായ നാരദനെന്ത്? അവരെ ഭക്തിയോടെ ശുശ്രൂഷിച്ചു. അവിടെയാണ് നമ്മൾ മഹാപ്രസാദത്തിൻ്റെ മഹിമ മനസ്സിലാക്കേണ്ടത്. ആ ഭക്തന്മാർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി ആ മഹാപ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് നാരദർക്ക് അനുവാദം ലഭിക്കും. അപ്പം നമ്മളും ശ്രീല പ്രഭുപാദരും പറയുന്നതാണ് ആ മഹാപ്രസാദത്തിൻ്റെ മഹാത്മ്യം. ആ മഹാപ്രസാദ സ്വീകരണം നാരദരുടെ ഹൃദയത്തിലെ എല്ലാ ഭൗതിക കളങ്കങ്ങളെയും കഴുകിക്കളഞ്ഞു. ചാതുർമാസ്യം കഴിഞ്ഞ് ആ ഭക്തന്മാർ പോയതിന് തൊട്ടു പിന്നാലെ നാരദ മഹർഷിയുടെ ഏക ആശ്രയമായിരുന്ന അമ്മ മരിക്കും. ഭഗവാന്റെ കാരുണ്യമായി ഇതിനെ കണ്ട ആ 5 വയസ്സുകാരൻ വനത്തിലേക്ക് യാത്രയായി. അവിടെ ഒരു അശ്വത്ഥ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാന്റെ ദിവ്യരൂപം ഉള്ളിൽ ദർശിക്കുകയും ചെയ്യും. എന്നാൽ ആ രൂപം പെട്ടെന്ന് മറഞ്ഞുപോയി. വീണ്ടും ദർശനത്തിനായി കരഞ്ഞ നാരദരോട് ഭഗവാന്റെ അശരീരി ഉണ്ടാകും. എന്താണ്? ഈ ജന്മത്തിൽ നിനക്ക് എന്നെ ഇനി കാണാൻ കഴിയില്ല, എന്നാൽ അടുത്ത കൽപ്പത്തിൽ നീ എൻ്റെ നിത്യപാർഷദനായി പുനർജനിക്കും. അവിടെയാണെന്ത്? യഥാർത്ഥ ദേവർഷിയുടെ അല്ലെങ്കിൽ യഥാർത്ഥ ദേവർഷിയായുള്ള ജനനം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ട്. ആ കൽപ്പം, പ്രപഞ്ചത്തിൻ്റെ ഒരു കാലഘട്ടത്തെയാണ് കൽപ്പം. അത് അവസാനിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ മഹാപ്രളയത്തിൽ മുങ്ങി. ഭഗവാന്റെ ശ്വാസത്തിനുള്ളിലേക്ക് എല്ലാം പോയി. അപ്പം ഈ നാരദ മഹർഷിയുടെ ആത്മീയ ശരീരവും എല്ലാം ഭഗവാൻ വലിച്ചെടുക്കും. അപ്പോൾ പ്രളയത്തിന് ശേഷം എന്ത് സംഭവിക്കും? പുതിയ സൃഷ്ടിക്കായി ഭഗവാൻ ഭഗവാന്റെ നാഭിയിൽ നിന്നും ആ താമരയിൽ നിന്നും ആര് വരും? ബ്രഹ്മാവ് വരും. അപ്പം ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം
ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും മാനസപുത്രനായിട്ട് ആര് വരും? നാരദര് വീണ്ടും ജനിക്കും. ഈ ജനനത്തിൽ ഭഗവാൻ നേരിട്ട് നാരദർക്ക് എന്ത് നൽകും? മഹതി എന്ന ദിവ്യമായ വീണ സമ്മാനിക്കും. ആ ഭൗതികമായ യാതൊരു ബന്ധങ്ങളുമില്ലാത്ത പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള പൂർണ്ണ ആത്മീയ ശരീരത്തോടു കൂടിയ ദേവർഷി നാരദരായി അദ്ദേഹം മാറിയത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഭക്തരും മനസ്സിലാക്കുക, നാരദമുനിയുടെ ജനന ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ത്? ഭക്തി സേവനത്തിൻ്റെ മഹിമയാണ്. ഒരു ഗന്ധർവനായിരുന്നുവെങ്കിലും ഭൗതിക മോഹങ്ങൾ കാരണം ശാപം കിട്ടി ദാസീപുത്രനായി ജനിക്കേണ്ടി വന്ന വ്യക്തിയാണ് ആര്? നാരദ മഹർഷി. എന്നാൽ ശുദ്ധഭക്തന്മാരുടെ കാരുണ്യവും പ്രസാദ മഹിമയും കൊണ്ട് കഠിനമായ തപസ്സിലൂടെ അദ്ദേഹം ഭഗവാന്റെ നിത്യദാസനായിട്ട് മാറി. പ്രളയത്തിന് ശേഷം ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായി അദ്ദേഹം പുനർജനിച്ചപ്പോൾ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് മഹതി എന്ന വീണ നൽകി അനുഗ്രഹിച്ചു. അപ്പം ഈ വീണ മീട്ടിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ 3 ലോകങ്ങളിലും നാരായണ നാമം പാടി നാരദര് സഞ്ചരിക്കുന്നത്. നാരദര് എന്ന് പറയുന്നത്, നാരദ ഋഷി എന്ന് പറയുന്നത് ചെറിയ ഒരു വ്യക്തിയല്ല. ഇതിലൂടെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് ആര്? ദേവർഷി നാരദര്. ഈ ഒരു ജ്ഞാനം എല്ലാവരും ഉൾക്കൊണ്ടിട്ട് നാരദ മഹർഷിയെ ആ ഒരു രീതിയിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ ഇത് കാണുന്ന മഹാമന്ത്രം പോലും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഈവൻ സപ്താഹം പോലും. എല്ലാവർക്കും നാരദ മഹർഷിയെക്കുറിച്ചുള്ള ചരിത്രവും പാഞ്ചരാത്ര വിധിയും ഒക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ചയിൽ ഭഗവാന്റെ അടുത്ത അവതാരവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ.